നവദുർഗാ ഭാവങ്ങളിൽ ഏഴാമത്തെ ഭാവമാണ് കാളരാത്രി. നവരാത്രിയിൽ ഏഴാം ദിവസമായ സപ്തമിക്ക് ദുർഗാദേവിയെ കാളരാത്രി ഭാവത്തിൽ ആരാധിക്കുന്നു. കാളരാത്രി എന്നതിന് ഇരുണ്ട രാത്രി എന്നർത്ഥം പറയാം. കാലനെയും അവസാനിപ്പിക്കാൻ കഴിവുള്ളതിനാൽ കാളരാത്രിയായി എന്നും, ദുഷ്ടന്മാർക്ക് കാലനായി മരണം സമ്മാനിക്കുന്നതിനാൽ കാളരാത്രി ആയി എന്നും വ്യാഖ്യാനിച്ചു. ദുർഗാഭാവങ്ങളിൽ ഏറ്റവും ബീഭത്സഭാവമാണ് കാളരാത്രി. ഇരുളിൻ്റെ കറുപ്പ് നിറത്തോടു കൂടിയ ശക്തി സ്വരൂപമാണ് കാളരാത്രി. 4 കൈകളോട് കൂടിയതാണ് ധ്യാനരൂപം. ദേവി കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മാല ഇടിമിന്നൽ പോലെ പ്രകാശിക്കുന്നതാണ്. ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ മൂക്കിലൂടെ തീജ്വാലകൾ വരുന്നത് ശത്രുക്കളുടെ ഭയത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. കഴുതയാണ് ദേവിയുടെ വാഹനം. കാളരാത്രി എന്ന രൂപം ധരിച്ചാണ് ദുർഗാദേവി രക്തബീജൻ എന്ന അസുരനെ വധിച്ചത്. ഭൂമിയിൽ പതിക്കുന്ന ഓരോ തുള്ളി ചോരയിൽ നിന്നും നിരവധി അസുരൻ ഉണ്ടാകും എന്നതിനാൽ രക്തപാനം ചെയ്തു അസുരവധം ചെയ്ത കഥ മാർക്കണ്ഡേയ പുരാണം പറയുന്നുണ്ട്. ശുഭകാരി എന്നും കാളരാത്രി ദേവി അറിയപ്പെടുന്നു. കാഴ്ചയിൽ ഭയാനകമാണെങ്കിലും ദേവി അന്ധകാരത്തെ മാറ്റി ജ്ഞാനത്തെ നൽകുന്നതിനാലാണിത്. യോഗികളും സാധകരും നവരാത്രി 7ാമത്തെ ദിവസം സഹസ്രാര ചക്രത്തിൽ ധ്യാനിക്കുന്നു. കാളരാത്രി ദേവിയുടെ അനുഗ്രഹത്താൽ അവരുടെ മുന്നിൽ പ്രപഞ്ചവാതിൽ തുറക്കപ്പെടും. നവരാത്രിയിൽ 7ാം നാൾ സപ്തമിക്ക് കാളരാത്രി ഭാവത്തിൽ ദേവിയെ ആരാധിച്ചാൽ ദേവീ ഭക്തർക്ക് നിർഭയത്വവും ക്ഷമയും നൽകും. സർവ്വ ഐശ്വര്യങ്ങൾക്കുമൊപ്പം നവഗ്രഹ ദോഷങ്ങളും ശമിക്കും. നല്ല വിശ്വാസത്തോടെയും ഭക്തിയോടെയും ആയിരിക്കണം ആരാധന നടത്തേണ്ടതെന്നു മാത്രം.